മലപ്പുറം കുറ്റിപ്പുറം വാഹനാപകടത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യം പുറത്ത്. ദേശീയപാതയിൽ അമിതവേഗത്തിൽ പാഞ്ഞ ബസ് തലകീഴായി മറിഞ്ഞ ഒരാൾക്ക് ദാരുണാന്ത്യം. 4 പേരുടെ നില അതീവ ഗുരുതരം. ബസ് മറിഞ്ഞത് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക്. സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനുള്ള KSRTCയുടെ നീക്കം വിവാദത്തിലേക്ക്. ജീവനക്കാരുടെ എണ്ണം കുറയുമെന്ന് ആശങ്ക. സ്വകാര്യവൽക്കരണ നീക്കമെന്നാരോപിച്ച് ഒരു വിഭാഗം. വിവാദമുണ്ടായാൽ ഉണ്ടാകട്ടെ എന്ന് ഗതാഗത മന്ത്രി. മാസപ്പടിയിൽ അന്വേഷണം പിണറായി വിജയനിലേക്കെന്ന സൂചനകൾ ശക്തം. ശശിധരൻ കർത്തായുടെ മൊഴിയിൽ പിടിച്ച് ED. പണം നൽകിയത് പിണറായിയുമായുള്ള അടുത്ത ബന്ധം കാരണമെന്ന് കർത്ത പറഞ്ഞത് 2024. വീണ വിജയൻ 45 ലക്ഷം പറ്റിയത് ഇൻവോയ്സ് ഇടും മുമ്പ്. ശശിധരൻ കർത്ത കള്ളപ്പണം വെളുപ്പിച്ച വഴികളും കണ്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൈവിട്ട ന്യൂനപക്ഷങ്ങളെ തിരിച്ചുപിടിക്കാൻ വഖഫ് വിവാദം ആയുധമാക്കാൻ CPM. മുഖ്യമന്ത്രിയെ പതിവ് വിമർശന ശൈലി വിട്ട് പിണറായി കടന്നാക്രമിച്ചത് ഉദാഹരണം. N. ഷംസുദ്ദീന്റെ മറുപടിയിൽ വിവാദം അവസാനിപ്പിക്കില്ല. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക LDFന്റെ ലക്ഷ്യം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കാളവണ്ടിക്കാരൻ ബൈക്ക് യാത്രികനെ കുത്തിക്കൊന്നു. മരിച്ചത് 24 വയസ്സുകാരൻ ഷെഫീഖ്. തർക്കമുണ്ടായത് ബൈക്കിന് സൈഡ് നൽകുന്നതിനെ ചൊല്ലി. എറണാകുളം കാക്കനാട് നട്ടപ്പാതിരയ്ക്ക് നടു റോഡിൽ കൂട്ടത്തല്ല്. കാറിലെത്തിയ സംഘങ്ങൾ ഏറ്റുമുട്ടി. താരസംഘടനയിൽ ശ്വേതാ മേനോനെതിരെ വൻ പടയൊരുക്കം. പുതിയ വോയിസ് നോട്ട് പുറത്തുവന്നു. കുറ്റാരോപിതർ മാറി നിൽക്കരുത്. തീരുമാനം പറഞ്ഞാൽ നയിക്കാൻ വലിയ സംഘം വരുമെന്ന് ശബ്ദ സന്ദേശത്തിൽ മാലാ പാർവതി. ഭരണസമിതിക്കെതിരെ പിന്തുണ നേടിയും അമ്മ പെൺമക്കൾ ഗ്രൂപ്പിൽ ചർച്ച. ഡൽഹിയിൽ കണ്ടത് തുടക്കം മാത്രമെന്ന് CJP സമരനായകൻ അഭിജിത് ദീപ് കെ. പിന്തുണച്ചവർക്ക് നന്ദി. ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന് പുതിയ വീഡിയോ. ജന്തർ മന്ദറിൽ നിന്നും മടങ്ങിയത് ടൈഫോയിഡുമായിട്ടാണെന്നും ദീപ് കെ. വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവം നാളെ പാർലമെന്റിൽ ഉന്നയിക്കാൻ കോൺഗ്രസ്. സമര വിജയത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് വേണ്ടെന്ന് KC വേണുഗോപാൽ. യൂറോപ്പിനെ ഞെട്ടിച്ച് പിടിതരാതെ കാട്ടുതീ. ഫ്രാൻസിലും സ്പെയിനിലും 5 ലക്ഷത്തിലധികം പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചു. ഇറ്റലിയിലേക്കും സ്കോട്ട്ലൻഡിലേക്കും തീ പടരുന്നു. അപൂർവ സാഹചര്യത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ഉഷ്ണതരംഗം. ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക ശമനം. പുതിയ യുദ്ധമുഖമായി ചെങ്കടൽ. യമൻ തുറമുഖം ആക്രമിച്ചതിന് മറുപടിയായി സൗദി എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർത്ത് ഹൂതികൾ. ഇറാൻ കപ്പൽ തകർത്ത് യുക്രൈനും. റഷ്യ ആയുധം നൽകി ഇറാനെ സഹായിക്കുന്നെന്ന് യുക്രൈൻ. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ആരോപണം.